ജാതി വാല് വെക്കുന്നത് എന്തിനാണ്? അതിനെയാണ് സംവരണം എന്ന് പറയുന്നത്. യഥാർത്ഥ സംവരണം അതാണ്. ജാതി കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവർ ജാതി പേര് വയ്ക്കത്തില്ല. അപ്പൊ ഇവിടെ എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് ഇയാൾ വിചാരിക്കുന്നുണ്ടോ? ലളിതമല്ലേ കേട്ടോ. ഇതുകൊണ്ടാണ് ഈ പട്ടാളത്തിലും ഈ പറയുന്ന സെക്രട്ടേറിയറ്റിലും ഈ പറയുന്ന ജാതിവാലുള്ളവരെ ഇരിക്കൂ. അതാണ് സംവരണപരമായ പേപ്പർ നോക്കുമ്പോൾ പേര് നോക്കാതാക്കുന്ന ഒരു പണി നമ്മളിപ്പോ ചെയ്യാറില്ലേ? പണ്ടൊക്കെ ആണെങ്കിൽ ഈ പേര് എഴുതണമായിരുന്നു. ഇപ്പൊ നമ്മൾ അതിനകത്ത് ഫാൾസ് നമ്പർ എന്ന് വെക്കുന്നത് ഈ വിവേചനം ചെയ്യുന്നു എന്നറിഞ്ഞിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. പക്ഷെ അതും എല്ലാവർക്കും അറിയാം. എപ്പോ അറിയാം? പരീക്ഷയ്ക്ക് എഴുതി നിങ്ങൾ മാർക്ക് മേടിച്ചാലും നിങ്ങൾക്ക് വൈവ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഇന്റർവ്യൂ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെത്തുമ്പോൾ തന്റെ എത്ര മാർക്ക് താൻ മേടിച്ചാലും തോക്കുവാണ്. ഇതൊക്കെ ആരോട് പറയുകയാണ്? ഇവിടുത്തെ PSC കമ്മീഷനും ഇവിടുത്തെ എൻട്രൻസ് എന്ന് പറയുന്ന സാധനം, നേരത്തെ ഞാൻ പറഞ്ഞില്ല, എൻട്രൻസിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? ചോദ്യങ്ങൾ വെക്കുന്നത് വഴി ഒരൊറ്റ ആദിവാസി കുഞ്ഞും എൻട്രൻസ് ചെയ്യിക്കത്തില്ല. കാരണം അവരുടെ ബുദ്ധി അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂള് വേറെ. ഇത്രയും അറിയണം. IAS മുഴുവൻ IASയുടെ മക്കള് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ പറയാൻ പറ്റുമോ? കണക്കെടുത്ത് നോക്കണുണ്ടല്ലോ. ഈ ജാതി സെൻസസ് എടുക്കണമെന്ന് ഇപ്പൊ പറഞ്ഞപ്പം എല്ലാവരുടെ ബഹളം വയ്ക്കുന്ന ആരാണത്? ബഹളം വയ്ക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ ഈ പറയുന്ന യാഥാർത്ഥ്യം പുറത്താകും. ഇതെല്ലാവർക്കും അറിയാം. ലോകം ഏത് പേപ്പർ മുഴുവൻ നടത്തുന്ന ഇവരാ. അപ്പോഴാണ് ഇയാൾ പറയുന്നത് ലോകത്ത് പേപ്പറുകൾ മുഴുവൻ നടത്തുന്നത്. വാർത്തകൾ മുഴുവൻ ഇവരാ ഉണ്ടാക്കുന്ന. പടച്ചു വിടുന്ന വാർത്തകളല്ലാത്ത ഒരു വാർത്തയും നാം വായിക്കത്തില്ല. അമേരിക്കൻ ഗവൺമെന്റിന് അനുകൂലമായ ചിന്തിക്കാനുണ്ടാക്കുന്ന ന്യൂസുകൾ മാത്രമേ ലോകവ്യാപകമായി വരത്തുള്ളൂ. ഇന്ത്യൻ ഗവൺമെന്റിനകത്ത് ഈ ജാതീയമായി നിൽക്കുന്ന സമൂഹത്തിന്റെ വാർത്തകളല്ലാത്ത ഒരു വാർത്തയും താനെ ഒരു ന്യൂസിനകത്ത് വായിക്കത്തില്ല. ഇയാൾ ഈ വാർത്ത വായിച്ച് എന്നോട് പറയാതെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ ഇയാൾ എന്നെ വിളിച്ചുവിട്ടിരുന്നത് ഈ വിഷയം പറയേണ്ടി വരുന്നത് എന്നെ വിളിക്കത്തില്ല. ഇവിടുത്തെ മെയിൻ സ്ട്രീം അത്ര അറിയണം. അവര് വിളിക്കത്തില്ല. അവർക്ക് കയ്യബദ്ധം വരുമ്പോൾ മാത്രമേ ഞാൻ അവിടെ ഉണ്ടാകത്തുള്ളൂ, അല്ലാതെ ഉണ്ടാകത്തില്ല. ദൂരദർശനം ഒരു കാലത്ത് തന്നെ വിളിക്കത്തില്ല. ഞാൻ ഇപ്പൊ എനിക്ക് തന്നെ 35 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പൊതുപ്രവർത്തനം ചെയ്യുന്ന കാലമുണ്ട്. ഒരിക്കലും വിളിച്ചിട്ടില്ല. അവർക്കറിയാം എന്നെ അവരെ അനുസരിപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. ഇത് പറയുമെന്നറിയാം. എനിക്ക് അവരെ പേടിയില്ലെന്നറിയാം. നാളെ എന്നെ അടുത്ത ദിവസം കൂടെ വിളിക്കണമെന്ന് വിചാരിക്കുന്നവൻ മാത്രമാണ് അങ്ങനെയാണ് അച്ചടക്കം. തനിക്ക് രണ്ടുപേർക്ക് അച്ചടക്കമുള്ളവരാ. എനിക്ക് അച്ചടക്കം ഇല്ല. എനിക്ക് സ്വയം അറിഞ്ഞു പെരുമാറുന്ന ആളാണ്. ഞാൻ ആരെയും കൊന്നിട്ടില്ല, ആരെയും വെട്ടിയിട്ടില്ല, ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ സാമൂഹ്യ വിരുദ്ധനാണെന്ന് പ്രഖ്യാപിക്കുന്ന ഇവിടുത്തെ സകല സോഷ്യൽ മീഡിയയിലും കാണാൻ പറ്റും. സാറ് പറഞ്ഞു വരുന്നത് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇവിടുത്തെ സകല ന്യൂസും സകല വിദ്യാഭ്യാസവും ജാതീയമായുള്ളതാണ്. ഇവിടുത്തെ കോടതി മുഴുവൻ ജാതീയമായുള്ളതാണ്. ഇവിടുത്തെ പോലീസ് മുഴുവനും എന്നാൽ അതിനകത്ത് IPS എന്ന് പറയുന്ന വിഭാഗം ഉണ്ടല്ലോ, ബാക്കിയൊക്കെ ദരിദ്രവാസികളാണ്, സാധാരണക്കാർ. അവരാണ് അടി മേടിക്കുന്നതും തല്ലുകൊള്ളുന്നവരും. അവരുടെ അച്ഛനെയും അമ്മയെ അടിക്കാനാണ് അവരെ റിക്രൂട്ട് ചെയ്യുന്നത്. സാധാരണ പട്ടാളക്കാര് എല്ലാം ദരിദ്രവാസികളായിരിക്കും. അവരായിരിക്കും അവിടെ വെടികൊണ്ട് ചാകുന്നത്. ഉദ്യോഗസ്ഥരായിരിക്കുന്നവർ മുഴുവനും വളരെ കൃത്യമായിട്ട് എത്തുന്നവരാണ്. ഇത് ബ്രിട്ടീഷുകാർക്ക് മുമ്പ് തുടങ്ങിയതാണ് ഇതൊക്കെ. അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനകത്താണ് നമ്മളിതെല്ലാം പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പേപ്പറിൽ വരുന്ന ന്യൂസ് ഓക്കെ തെറ്റാണെന്ന് ചോദിക്കുന്നത് ഓക്കെ. ഈ പറയുന്ന ഒരു ആദിവാസി പെൺകുട്ടി IAS ഉദാഹരണം എന്താ ന്യൂസ് ആകുന്നത്? ആദിവാസി പെൺകുട്ടി IAS കാരി ആകുമ്പോ ന്യൂസ് ആകുന്നത് എന്തുകൊണ്ടാ? അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ പറയാനില്ല. കഴിഞ്ഞത് മറ്റുള്ളവർ IAS കാരി ആകുമ്പോൾ ന്യൂസ് ആകത്തില്ലല്ലോ. അപ്പൊ ഇതാണ് അത്ഭുതകരമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഇങ്ങനെ മിണ്ടുന്ന എന്നെ പോലുള്ളവരെ വായടപ്പിക്കാനാണ് ഒരു മുർമു അവിടെ ഇരിക്കുന്ന പ്രസിഡന്റായിട്ട്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അത് ഈ കുന്തത്തിന്റെ തുമ്പത്ത് വെക്കുന്ന ബെയ്റ്റ് എന്ന് പറയുന്ന സാധനം അത്. അല്ലാതെ മുർമു എന്ന് പറയുന്ന പ്രസിഡന്റ് എന്തെങ്കിലും അറിഞ്ഞിട്ട് ജീവിച്ചതല്ല അതൊക്കെ.
അതിനെയൊക്കെ ഇങ്ങനെ ചൂണ്ടയിട്ട് പിടിച്ചിട്ട് പ്രദർശന വസ്തുക്കളാണ്. അത് കണ്ടിട്ട് ജനാധിപത്യം വന്നു എന്നൊക്കെ എന്നോട് പറയും. ആദിവാസി പോട്ടെ, ഇതുപോലെ തന്നെ ഇയാൾക്ക് അറിയാവുന്നതാണ്. MA പഠിച്ച ആൾ ഓട്ടോറിക്ഷ പഠിക്കുന്നു. ന്യൂസാ, എന്താണ് കുഴപ്പം? ഇവിടുന്ന് പോയിട്ട് അമേരിക്ക പോയി പഠിക്കുന്നവനെല്ലാം അവിടുത്തെ ഈ ഹോട്ടലെല്ലാം പണിയെടുത്തിട്ടാണല്ലോ അവര് വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പൊ അതെന്താ ന്യൂസാകാത്ത? അവിടെ കോമൺ ആയിരിക്കും. അത്രേ ഉള്ളു. ഇവിടെ അത് ആയിട്ടില്ല. ഇത് തന്നെ ജാതി മതം നിൽക്കുന്ന സമൂഹമാണെന്ന് പറഞ്ഞത്. ഓട്ടോറിക്ഷ ഓടിക്കുന്നതൊക്കെ ദരിദ്രരാണ്. ഒരു വെളുത്ത ഒരാൾ ഒരു ഓട്ടോറിക്ഷയിൽ ഇരിക്കുവാണെങ്കിൽ തന്നെ ഷോക്കായി പടം എടുത്തുള്ളൂ. അല്ല, ഓട്ടോറിക്ഷ ഓടിക്കുന്നതിൽ എല്ലാ ജാതിക്കാരും ഇല്ലേ, എല്ലാ മതക്കാരും ഇല്ല. അവിടെ എങ്ങനെയാണ് ഇല്ലെന്ന്. അതൊരു ഹൈറാർക്കി എന്ന് പറഞ്ഞ ജോബ്. ഞാൻ പറഞ്ഞ എല്ലാ മതക്കാരിലും താഴെ അറ്റത്തുള്ളവരാ. ഇയാൾ വിചാരിക്കുന്നത് കഴിയുമ്പോൾ എന്താണ് ക്രിസ്ത്യൻ മതത്തിനകത്ത് ജാതി ഇല്ലെന്ന് പറയുമോ? അവശ്യ ക്രിസ്ത്യാനികളുണ്ട്. ഇയാള് എന്താണ് മുസ്ലിങ്ങളിനകത്ത് ജാതി ഇല്ലെന്നാണ്. ഇവിടുത്തെ സകല ജാതി ഈ സകല മതത്തിലും ഉണ്ട്. അതിനകത്ത് ഏറ്റവും അധസ്ഥിത വിഭാഗമാണ് അവിടെ ഇരിക്കുന്നത്. അല്ലാതെ മതം കൊണ്ട് ഈ മാറ്റമൊന്നും വന്നിട്ടില്ല. അങ്ങനെ വരുന്നത് ആകെ ഉണ്ടായിരുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്ന തൊട്ടു മുമ്പ് മതം മാറിയ റോഡെ നടക്കാൻ പറ്റുമെന്ന് അറിയുന്ന കാരണം കൊണ്ടാണ് അധസ്ഥിത വിഭാഗത്തിലുള്ള ഒത്തിരി പേര് മതം മാറിയത്. അങ്ങനെ മാറിയിട്ടുള്ളവരുമാണ്. പക്ഷെ അവരെല്ലാം അവശ്യ ക്രിസ്ത്യാനികളും എന്താണ് വേറൊക്കെ ഉണ്ട് ഇതിനൊക്കെ. ഈ ക്രിസ്തു മതം അങ്ങോട്ട് എടുത്താൽ സിറിയൻ ക്രിസ്ത്യൻസ്, മർത്തോമ, ജാക്കോബൈറ്റ് എന്നൊക്കെ പറഞ്ഞ എല്ലാം ജാതികളാണ് ഇതെല്ലാം. അവർക്ക് മേല് കീഴുള്ള അനുഭവമുണ്ട്. ലത്തിൻ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് മുക്കുവരാണ് അവരെ അങ്ങനെ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് പറഞ്ഞു തരണ്ട, അങ്ങനെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തരണ്ട. എല്ലാ മതക്കാരും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മാറിപ്പോയെന്ന് തോന്നും. ഒന്നും മാറിയിട്ടില്ല.